മൂവുലകും തൻ്റെ പാദം തന്നിൽ വണങ്ങുവാൻ, സകല സൃഷ്ടികളും പാടിപ്പുകഴ്ത്തുവാൻ തക്കയോഗ്യനായ നമ്മുടെ ദൈവത്തിൻ്റെ നാമം ഇന്ന് രാത്രിയിലും മഹത്വവും പുകഴ്ചയും ഉള്ളതാകട്ടെ. നമ്മുടെ പ്രാണപ്രിയനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ അറിയിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലന് ദൈവം കാണിച്ചു കൊടുത്ത യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, അതിൻ്റെ 4ഉം 5ഉം അധ്യായങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നാം ഇന്നലെ രാത്രി ഒന്ന് പ്രവേശിച്ചു തുടങ്ങി. ഒരു ജിജ്ഞാസ നിറഞ്ഞ നിലയിലാണ് ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത്. അതങ്ങനെ ആയിപ്പോയതാ, അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല. അതുകൊണ്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ ജിജ്ഞാസയ്ക്ക് ഒരു അറുതി വരുത്താമെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ഈ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കാം. സ്തോത്രം. നമ്മൾ കണ്ടു ഈ അഞ്ചാം അധ്യായത്തിൽ എന്തൊക്കെയാണ് യോഹന്നാൻ കണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് യോഹന്നാൻ നമ്മോട് പറയുന്നതെന്ന്. അതിലെ പ്രധാനപ്പെട്ട സംഗതി നാം കണ്ടത് അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെയാണ്. 4-ാം അധ്യായത്തിൽ നാം കണ്ടതുപോലെ സിംഹാസനസ്ഥനായ ദൈവം കയ്യിൽ ഒരു പുസ്തകം പിടിച്ചിരിക്കുന്നു. നമ്മുടേതുപോലെ ലെതർ ബൈൻഡ് ഇട്ടതും ഗിൽറ്റ് ഇട്ടതും ഒന്നുമല്ല, ഒരു പുസ്തകം. നമുക്കറിയാം, അക്കാലങ്ങളിൽ പുസ്തകം ചുരുളുകളായിട്ടാണ് വെച്ചിരുന്നത്. അതിന്റെ വിശദീകരണം ഞാൻ പിന്നീട് തരാം. തുകൽ ചുരുളുകളും ഉണ്ടായിരുന്നു, പാപ്പിറസിന്റെ ചുരുളുകളും ഉണ്ടായിരുന്നു. പാപ്പിറസ് ആണ് നമ്മുടെ ഇന്നത്തെ പേപ്പറിന്റെ വലിയ 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 അപ്പച്ചൻ, നമുക്കറിയാവുന്ന കാര്യമാണത്. എന്നാൽ എന്തായിരുന്നു ഈ പുസ്തകം? ചിലർ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇന്നലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തന്നെ ഉണ്ടായ ചില ആശയങ്ങൾ പോലെ, ജീവപുസ്തകമാണെന്ന്. അല്ല, ഇത് ജീവപുസ്തകമല്ല. വെളിപ്പാട് 5-ാം അധ്യായത്തിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം ബൈബിൾ ആണെന്ന് ചിലർ കരുതുന്നു. അല്ല, വേദപുസ്തകവും അല്ല. ചിലർ പറയുന്നു ഇത് ദൈവത്തിന്റെ വിൽപത്രമാണെന്ന്. സാധ്യതയുണ്ടോ? അല്ല, 40-ാം സങ്കീർത്തനെ പറ്റി പറയുന്നുള്ള പുസ്തകച്ചുരുളിൽ നിന്നെ കുറിച്ച് എഴുതിയിരിക്കും, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അതുപോലെ 139-ാം സങ്കീർത്തനത്തിലും ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നെന്നും ഒക്കെ വാക്യമുണ്ട്. അതുപോലെ ജെറമ്യാ പ്രവചനം 32-ന്റെ 6 മുതൽ 15 വരെ എങ്ങനെ ഈ പ്രമാണം ഉണ്ടായെന്നും നമുക്കൊരു രേഖയുണ്ട്. അത് മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള ബ്ലൂ പ്രിന്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ് ടു യു സ്കോളേഴ്സ്. വെരി ഗുഡ് ജയകുട്ടിച്ചാൻ. അപ്പം ഇന്നലെ കുറച്ച് വർക്ക് ചെയ്തു, ഹോംവർക്ക് ചെയ്തു. വെരി ഗുഡ്, അപ്രീഷിയേറ്റഡ്. 40-ാം സങ്കീർത്തനത്തിലെ കാര്യങ്ങളല്ല, അത് ഓൾറെഡി കഴിഞ്ഞതാണ്. അത് ക്രിസ്തുവിന്റെ
മനുഷ്യജന്മവും ക്രൂശീകരണവും വീണ്ടെടുപ്പിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനനുസരിച്ചാണ് ക്രിസ്തു ഭൂമിയിൽ പിറന്നതും ക്രൂശിൽ മരിച്ചതുമെല്ലാം. അതുകൊണ്ട് ആ ഭാഗം അവിടെ ക്രിസ്തുവിന്റെ ജനനവും ശുശ്രൂഷയും കൊണ്ട് അവസാനിച്ചു. 40-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എബ്രായ ലേഖനം 5 മുതലുള്ള വാക്യങ്ങളിലും അതിന്റെ ഉദ്ധരണികൾ നമുക്ക് കാണാം. അത് ക്രിസ്തുവിന്റെ ക്രൂശി യാഗവുമായി ബന്ധപ്പെട്ടതായിരുന്നു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് 139-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതും ഇതുമായിട്ട് ബന്ധമില്ല. കാരണം അത് ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതം, ജനനം, ജീവിതം ഇത്യാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ യിരെമ്യാ 32-ലേത് പറഞ്ഞതുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഇതിന് അവിടേക്ക് നമുക്ക് വരികയും ചെയ്യാം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം ന്യായവിധിയെ പറ്റിയാണോ? 7 മുദ്ര പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത അധ്യായങ്ങളിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ന്യായവിധിയുടെ കാര്യങ്ങളും ഭാവിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാവി പരിപാടികളും അതിനകത്തിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അല്ലെ 5-ാം അധ്യായത്തിൽ പുസ്തകം എന്തോ ആണെന്ന് വായിച്ചിട്ടില്ല ഇതുവരെ. മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, അല്ല പുസ്തകത്തിന്റെ കണ്ടന്റ് അല്ല. മുദ്ര പൊട്ടിക്കുമ്പോൾ 7 മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഭൂമിയിലെ ആ സംഹാരമോ മഹാമതിയോ ഉണ്ടാകുന്നത്. എന്താണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊരു ക്ലിയർ രേഖ യോജന പോലും ഇല്ല. മുദ്ര പൊട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുദ്ര തുറന്നപ്പോൾ സംഭവിച്ചു എന്നല്ല. അത് ഓരോ പേജും എഴുതി മുദ്രയിട്ടിരിക്കുക. ആ മുദ്ര പൊട്ടിക്കുക എന്നതിന്റെ അർത്ഥം ആ മുദ്ര പൊട്ടിച്ചിട്ട് ആ തുറന്നു വന്ന പേജിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് അത് വായിച്ചില്ലെന്നോ അതിലെ ഉള്ളടക്കം അറിയില്ലെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ മുദ്ര പൊട്ടിക്കുക, പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത് അതിലെ ഉള്ളടക്കം തന്നെയാണത്. പറയുന്നുണ്ടല്ലോ എന്ത് സംഭവിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. വരിക എന്നൊക്കെ പറഞ്ഞോട്ട് എഴുതിയിട്ടുണ്ട്. ലോകത്തിന്റെ മേൽ വരുവാനുള്ള ന്യായവിധിയും ദൈവമക്കളെ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ദൈവം കരുതുന്ന കരുതലും എല്ലാം കൂടി ഉൾപ്പെട്ട മുദ്ര ഇട്ട പുസ്തകം ഇതുവരെ വെളിപ്പെടുത്താതെ പിതാവായ ദൈവം സൂക്ഷിച്ചു വെച്ചിരുന്നത്. നോക്കാം, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്തല്ല എന്ന് നമ്മൾ ആദ്യം നോക്കുകയായിരുന്നു. ഇത് ജീവപുസ്തകമല്ല, ഓർമ്മയുടെ പുസ്തകമല്ല. ഇന്നലെ നമ്മളത് പറഞ്ഞു വിട്ടത് കൊണ്ട് കൂടുതൽ വിവരിക്കാതെ ഞാൻ അങ്ങ് പോവുകയാണ്. വേദപുസ്തകവുമല്ല. പിന്നെ 4-മതേത് വിൽപത്രമാണോ? അല്ല. കാരണം വിൽപത്രം മരിക്കുന്ന ഒരാളിനുണ്ടാക്കിയാൽ മതി. ദൈവത്തിനൊരു വിൽപത്രം ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. കാരണം വിൽപത്രത്തിന്റെ ആവശ്യം വരുന്നത് എഴുതിയ ആളിന്റെ മരണശേഷം. വേദപുസ്തകത്തിലെ ദൈവം മരിച്ച് മൺമറയുന്നയാൾ അല്ല. അതുകൊണ്ട് ദൈവത്തിനൊരു വിൽപത്രത്തിന്റെ ആവശ്യമില്ല. ഇത് വിൽപത്രവുമല്ല. നിത്യനായ ദൈവമാണ്. ദൈവത്തിനൊരു ഉത്തരാധികാരി ഇല്ല. ദൈവത്തിനൊരു ഉത്തരാധികാരിയുടെ ആവശ്യവുമില്ല. കാരണം ദൈവമില്ലാത്ത ഒരു കാലം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട്
വിൽപത്രവും അല്ല. ഇത് വിൽപത്രവുമല്ല. സ്തോത്രം. പിന്നെ ഇത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇതിനോട് സമമായ ഒരു സംഗതി കാണുന്നത് യിരെമ്യാവ് 32-ലാണ്. ഈ പുസ്തകത്തോട് സമാനമായ ഒരു കാര്യം നമുക്ക് യിരെമ്യാവ് 32-ലാണ് കാണാൻ കഴിയുക. അത് ഏതാണ്ട് ഇന്നലെ കുട്ടിയങ്ങള് പറഞ്ഞിരുന്നു. ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടി അവിടേക്ക് നമ്മൾ എത്തിയില്ല എന്ന് മാത്രം. 32-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അതിൻ്റെ ഏതാണ്ട് അതിനോട് സമാനമായ ചില സംഗതികൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്. യിരെമ്യാവ് പ്രവചനം യഹൂദ അടിമത്വത്തിലേക്ക് പോകുന്നു. ദൈവം ഇസ്രായേലിനെ ശത്രുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചതുപോലെ യഹൂദയെയും ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നു. ഇനിയും ഇവിടെ വിതയും കൊയ്ത്തും കല്യാണവും വീട് പണിയും അങ്ങനെയുള്ള യാതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പ്രവചിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ദൈവം യിരെമ്യാവിനോട് പറയുന്നു, നീ പോയി നിന്റെ ഇളയപ്പന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ കസിന്റെ സ്ഥലം നീ വാങ്ങുക. അത് വീണ്ടെടുപ്പിന്റെ നിയമപ്രകാരമാണ്. ലേവ്യ 25-ാം അധ്യായത്തിൽ കാണുന്ന കോഡ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ നിയമം അനുസരിച്ചാണ് ഇവിടെ ദൈവം യിരെമ്യാവോട് പറയുന്നത്, നിന്റെ ചാർച്ചക്കാരന്റെ ഭൂമി വിൽക്കുന്നത് അന്യാധീനപ്പെട്ടു പോകാതെ വിൽക്കുന്നവന്റെ കുടുംബക്കാർക്ക് തന്നെ അതിരിക്കേണ്ടതിന് നീ പോയി ആ നിലം വില കൊടുത്ത് വാങ്ങണം. അതിന് യിരെമ്യാവ് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും തൽക്കാലം നമ്മൾ പോകുന്നില്ല. നീ വില കൊടുത്ത് വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവകാശം നിനക്കുള്ളതാണ്, വീണ്ടെടുപ്പും നിനക്കുള്ളതാണ്, അതുകൊണ്ട് നീ അത് വാങ്ങണം എന്നൊക്കെ ചർച്ചക്കാരൻ വന്ന് പറയുന്നു. അങ്ങനെ യിരെമ്യാവ് ആ സ്ഥലം വാങ്ങുന്നു. സ്ഥലം വാങ്ങി എന്നുള്ളത് അവിടെ ഈ 8-ാം വാക്യത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ട വാചകമനുസരിച്ചും ഇസ്രായേലിനോട് ദൈവം ചെയ്ത നിയമത്തിൻ്റെയും ഉടമ്പടിയുടെയും ഭാഷയിലും ഈ വാങ്ങൽ പ്രക്രിയ എന്താണ്? അതിന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പേര് ടൈറ്റിൽ ഡീഡ് അല്ല, വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ബന്ധുക്കാരന്റെ വസ്തുവക തനിക്ക് പ്രാപ്തിയില്ലാത്തത് കൊണ്ട് വിൽക്കുന്നു. അത് കുടുംബം കൈമറിഞ്ഞു പോകാതിരിപ്പാൻ, സ്വത്ത് കുടുംബത്തിന് കൈമറിഞ്ഞു പോകാതിരിപ്പാൻ ചാർച്ചക്കാര് തന്നെ അത് വില കൊടുത്തു വാങ്ങുന്നു. അപ്പോൾ വിറ്റവന്റെ ആവശ്യവും നടക്കുന്നു. വിറ്റതിനാൽ വസ്തു അന്യാധീനപ്പെടുന്നുമില്ല. അങ്ങനെയുള്ള ഒരു വീണ്ടെടുപ്പിന്റെ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അതിന് വാങ്ങുന്നവൻ എന്ത് ചെയ്യണം? വില കൊടുക്കണം.
അങ്ങനെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യിരെമ്യാവ് തൻ്റെ ചാർച്ചക്കാരന്റെ വസ്തു വില കൊടുത്തു വാങ്ങി. എന്നിട്ട് 10-ാമത്തെ വാക്യം വായിച്ചോളൂ. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. ഇളയപ്പന്റെ മകനായ ഹനമയേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപ്പുര മുറ്റത്ത് ഇരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണുക ആധാരം മഹസയാവിന്റെ മകനായ നേര്യാവിന്റെ മകൻ ബാരൂക്കിന്റെ പക്കൽ കൊടുത്തു. അവർ കേൾക്കെ ഞാൻ ബാരൂക്കിനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറിയ കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വെക്കുക. ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഇവിടെ ഈ സംഗതികൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ മുദ്രയിടപ്പെട്ട പുസ്തകത്തോട് വളരെയധികം സാമ്യം പുലർത്തുന്നതാണ്. എന്താ ഇവിടെ നടന്നിരിക്കുന്നത്? റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നത്. അതായത് വിറ്റുപോകുന്ന വസ്തു യിരെമ്യാവ് വിലയ്ക്ക് വാങ്ങി. അതിൻ്റെ മുഴുവനും രേഖയുണ്ടാക്കി. ആധാരമെന്ന് വസ്തുവിന്റെ ക്രയവിക്രയ രേഖയായതുകൊണ്ട് വിളിക്കുന്നു ആധാരം. ആ ആധാരം എഴുതിയത് അകത്തും പുറത്തും എഴുത്തുണ്ട്. തുറന്നിരിക്കുന്നതും മുദ്രയിട്ടതുമായ 2 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 2 രേഖകൾ. അതിൽ എഴുതിയിരിക്കുന്നത് വീണ്ടെടുപ്പിന്റെ പ്രക്രിയയെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആരുടേതായിരുന്നു, ആരാണ് വാങ്ങിയത്, എങ്ങനെയാണ് വാങ്ങിയത്, എത്ര രൂപ അല്ലെങ്കിൽ അതിന് എന്ത് വില കൊടുത്തു എന്നൊക്കെ ഉള്ള മുഴുവൻ വിവരണങ്ങളും അതിലുണ്ട്. എന്നിട്ട് ആ രേഖകളുടെ ആവശ്യം ഇപ്പോൾ ഈ എഴുതിയ സമയത്തുണ്ടോ? എഴുതിയ സമയത്ത് ഈ രേഖയുടെ ഉപയോഗം വരുന്നുണ്ടോ? ഇല്ല. ഇല്ല, ഇല്ല. ഇപ്പോൾ യഹൂദജനം പ്രവാസത്തിലേക്ക്, എക്സൈലിലേക്ക് പോവുകയാണ്. They will return one day. അവരിനിയും നമുക്കറിയാം 70 വർഷങ്ങൾക്ക് ശേഷം അവർ തിരികെ വരും. തിരികെ വരുമ്പോഴേക്കും ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയിൽ ആരും ജീവിച്ചിരിക്കണമെന്ന് പോലും ഇല്ല. അന്ന് ഈ വസ്തുവിനെ കുറിച്ചുള്ള ഉടമസ്ഥാവകാശം തർക്കത്തിലാകാം. ആ തർക്കം പരിഹരിക്കാൻ, ഇതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് നിജപ്പെടുത്താൻ എന്തിന്റെ ആവശ്യമുണ്ട്? ഈ ആധാരത്തിന്റെ ആവശ്യം. ഈ പ്രമാണം അല്ലെങ്കിൽ ഈ ആധാരത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടെടുപ്പിന്റെ വില, ഈ വസ്തു യിരെമ്യാവാണ് വീണ്ടെടുത്തത്. വീണ്ടെടുക്കുവാൻ യിരെമ്യാവ് വില കൊടുത്തു, ന്യായമായ വില കൊടുത്തു. കസിൻ്റെതായതുകൊണ്ട് ചുളിവിലടിച്ചു മാറ്റിയതൊന്നുമല്ല, ന്യായമായ വില കൊടുത്തു. പക്ഷേ അതിൻ്റെ
കൈവശാവകാശമൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഈ അവകാശം കൈവശപ്പെടുത്തുന്ന കാര്യം ഇനിയും പതിറ്റാണ്ടുകൾക്ക് ശേഷമേ ഉള്ളൂ. പക്ഷെ അന്ന് ഒരാശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഇന്ന് നടന്ന വീണ്ടെടുപ്പിന്റെ പ്രക്രിയയെല്ലാം എന്താക്കിയിരിക്കുകയാണ്? ആക്കിയിരിക്കുക. ഈ രേഖ ആരുടെ കൈവശമേ വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആർക്ക് മാത്രമേ തുറക്കാൻ പറ്റൂ? വില കൊടുത്തവന് മാത്രം. വില കൊടുത്തവൻ മാത്രമല്ല, അവിടെ രണ്ട് സാക്ഷികളും കൂടെ ഉണ്ട്. അപ്പോൾ വില കൊടുത്തു, അവൻ വില കൊടുത്തെന്ന് സാക്ഷികളും കൂടെ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതം, സരളവുമായി നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ഇതുപോലെ ഈ മുദ്രയിടപ്പെട്ട പുസ്തകം പിതാവായ ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും ആയിരിക്കുമല്ലോ. മനുഷ്യന്റെ വീണ്ടെടുപ്പ്. സ്തോത്രം. മനുഷ്യന്റെ പോരാ, പ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇവയെല്ലാം. അതിൽ ക്രിസ്തു സാധിച്ചത് കൊണ്ട് ആയിരിക്കും മാത്രമേ തുറക്കാനുള്ള അവകാശം. അതെ അതെ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ യിരെമ്യാ പ്രവാചകൻ ഇതിന്റെ വില ഇത് കൈവശപ്പെടുത്തുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൊടുത്തിരുന്നു. ഇതുപോലെ പ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പ് ഇതുവരെ പൂർണ്ണമായോ? ഇല്ല. ഈവൻ നമ്മുടെ പോലും വീണ്ടെടുപ്പ് പൂർണ്ണമായോ? ഇല്ല, പൂർണ്ണമായിട്ടില്ല. റോമർ 8:19 മുതൽക്കുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. 19, 20, 21 വാക്യങ്ങളിൽ നാം കാണുന്നത് പ്രപഞ്ചം, സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല എന്നാണ്. സകല സൃഷ്ടികളും അതുകൊണ്ട് ഈറ്റുനോവോടെ ഇരിക്കുന്നു. സ്തോത്രം. അവയ്ക്കുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും, സ്തോത്രം, ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും, പിന്നെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നുമുള്ള വീണ്ടെടുപ്പാണ്. നമുക്കോ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തിരുന്നുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. 23-ാമത്തെ വാക്യമാണത്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ, സൃഷ്ടിയുടേതാകട്ടെ മനുഷ്യരുടേതാകട്ടെ വീണ്ടെടുപ്പ് ഇതുവരെ പൂർണ്ണമായി നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ നടന്നിട്ടില്ല. അത് പ്രായോഗികമായി തീർന്നിട്ടില്ല. പക്ഷേ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ കഴിഞ്ഞോ? കഴിഞ്ഞു. വില കൊടുത്തോ? വില കൊടുത്തു. വില കൊടുത്തെങ്കിൽ, പ്രക്രിയ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ മുഴുവൻ രേഖകളും ഉണ്ടാകും. വീണ്ടും ഓർക്കണേ, ദൈവത്തിന് ഇങ്ങനൊരു പുസ്തകം ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യം ഇല്ല. ഇതിനെയും നമുക്ക് അക്ഷരികമായിട്ട് എടുക്കണമെന്നില്ല കേട്ടോ. ഇങ്ങനൊരു പുസ്തകമൊക്കെ പിടിച്ചുകൊണ്ട് ദൈവം ഇങ്ങനെ ഇരിക്കുക,
അക്ഷരീയമായിട്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന നാട്ടുനടപ്പിന്റെ രീതിയിൽ ദൈവം ഇത് പ്രദർശിപ്പിക്കുകയാകട്ടോ. Even if we don't take it literally, we have no issues. It may not be literal. God may not be sitting having this book in his hands. Otherwise, it may not be like that. God wrote down everything and then kept it sealed, and it was being kept somewhere. ഇല്ല, ഇതൊക്കെ നടന്ന അന്ന് ഇതെല്ലാം കൂടെ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയൊക്കെ വെച്ചിരുന്നു. സാക്ഷികളെയൊക്കെ കൊണ്ടുവന്ന് മുദ്രയൊക്കെ ഇട്ടു. അങ്ങനൊന്നും ദൈവത്തിന് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അങ്ങനെയൊക്കെ പരിചയമുള്ള യോഹന്നാനെയും അന്നത്തെ വായനക്കാരെയും പെട്ടെന്ന് കാര്യം ധരിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പ്രതീകം ദൈവം ഉപയോഗിച്ചു, ഒരു സാദൃശ്യം ദൈവം ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ. ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഡിജിറ്റൽ രീതിയിലൊക്കെ തമ്പുരാൻ കാണിച്ചേനെ. യോഹന്നാൻ ഇന്നായിരുന്നെങ്കിൽ ഈ മുദ്രയിട്ടതും പുസ്തകവും ഒന്നും ആയിരിക്കത്തില്ല കാണിക്കുന്നത്. യോഹന്നാൻ അന്ന് പരിചയം ഉണ്ടായിരുന്ന ഒരു സാദൃശ്യം കർത്താവ് അവനെ കാണിച്ചു. സ്തോത്രം. മനസ്സിലായല്ലോ? അപ്പോൾ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ അന്നേ കഴിഞ്ഞു. അതിന്റെ വില മുഴുവനും കൊടുത്തു. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ ഒന്നും കൂടെ ആവർത്തിച്ചോട്ടെ. നമ്മുടെ പാപത്തിന്റെ കടം ഒടുക്കത്തെ ചില്ലിക്കാശു വരെയും യേശു ക്രൂശിൽ കൊടുത്തു തീർത്തു. 2, നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയും മുഴുവനും യേശു ക്രൂശിൽ അടച്ചു തീർത്തു. ഇനിയും ഒരു ചില്ലിക്കാശും ഒരു നയാ പൈസയും നമ്മുടെ പാപക്കടത്തിന്റെ പേരിലോ വീണ്ടെടുപ്പിന്റെ വിലയുടെ പേരിലോ മുടക്കാൻ ആർക്കും ആവശ്യമില്ല. അത് മുഴുവനും തീർത്തു കഴിഞ്ഞു. പക്ഷേ അതിന്റെ പ്രായോഗികത ഇതുവരെ പൂർണ്ണ അളവിൽ നടപ്പിലായോ? ഇല്ല. അത് നടപ്പിലാക്കാനുള്ള അന്തിമ ചുവടുവയ്പ്പുകളാണ് നമുക്ക് ഇനി മുതൽ കാണാൻ സാധിക്കുക. സ്തോത്രം. അതുകൊണ്ടാ ഈ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെയും ഒരുത്തനെയും കാണാതെ വന്നപ്പോൾ യോഹന്നാൻ കരഞ്ഞത്. കാരണം ഈ പുസ്തകം വാങ്ങുകയും ഇതിൽ എഴുതിയിരിക്കുന്നത് നടപ്പിലാക്കുകയും ചെയ്യുവാൻ യോഗ്യനായ ഒരുവനില്ലെങ്കിൽ ഈ പുസ്തകം മുദ്രയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ എന്തിനേറെ ഒരു തുണി തയ്ക്കാൻ കൊടുത്താൽ നമ്മുടെ തുണിയുടെ ഒരു ചെറിയ പീസ് കണ്ടിച്ചു വെച്ച് ഒരു ബില്ല് നമുക്ക് തരും. അത് തിരികെ വാങ്ങാൻ ഈ ബില്ലുമായി ചെല്ലണം. ബില്ലില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ തുണി തിരികെ കിട്ടാനേ സാധ്യതയില്ല. നമ്മൾ ബാങ്കിൽ പണമിടുന്നു, നമ്മൾ എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും വയ്ക്കുന്നു, ഈവൻ ഒരു വണ്ടി പാർക്കിങ്ങിന് തന്നെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുപോയി. അവൻ ഒരുപക്ഷെ 50 പൈസ പോലും വിലയില്ലാത്ത ഒരു ചെറിയ പേപ്പർ കഷ്ണം
നമുക്ക് തന്നു. പക്ഷെ വണ്ടി എടുക്കാൻ പോയപ്പോൾ ആ പേപ്പർ കഷ്ണം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. വണ്ടി കിട്ടാതിരിക്കത്തില്ലെങ്കിലും അതിന്റെ പുറകിൽ എന്തൊക്കെ അധ്വാനം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, ചെലവുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇതുപോലെ ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് പോലെയല്ല. ഇവിടെ ഈ വീണ്ടെടുപ്പിന്റെ വില കൊടുത്തവൻ ആരോ അവന് മാത്രമേ ഈ രേഖ കൈപ്പറ്റാനും അതിൻ്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാനും അതിൽ എഴുതിയിരിക്കുന്നത് നടപ്പിലാക്കാനും കഴിയുള്ളൂ. അങ്ങനെ ഒരുത്തനെ കാണാതെ വന്നപ്പോൾ യോഹന്നാനും പൊട്ടിക്കരഞ്ഞു, വിതുമ്പിക്കരഞ്ഞതാൽ. കാരണം ഈ പുസ്തകം വാങ്ങാൻ ഒരുത്തൻ മുൻപോട്ട് വന്നില്ലെങ്കിൽ തൻ്റെ ഉൾപ്പെടെയുള്ള വീണ്ടെടുപ്പ് അപകടത്തിൽ. സ്തോത്രം. ഇപ്പോൾ ഈ പുസ്തകം എന്തായിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ സൂചന നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് വാങ്ങാൻ എല്ലാവർക്കും യോഗ്യത ഇല്ല. വില കൊടുത്തവർക്കും മാത്രം, വീണ്ടെടുത്തവനും മാത്രമേ ഉള്ളൂ. നാളെ ആരെങ്കിലും വന്ന് അവകാശം പറയാതിരിക്കാനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെയുമുള്ള എല്ലാ സൃഷ്ടികളോടും ശക്തനായ ഒരു ദൂതൻ വന്ന് വെല്ലുവിളിച്ച് ചോദിച്ചത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ. സ്തോത്രം. എന്നാൽ എവിടെയും ആരെയും കണ്ടില്ല. യോഹന്നാൻ അപ്പോൾ കരഞ്ഞു. സ്തോത്രം. ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. ആദാമ്യ പാപം നിമിത്തം ഭൂമിയും അതിലുള്ളതൊക്കെയും സാത്താന്റെ കൈക്കീഴിലായി പോയില്ലേ? അതിന്റെ വീണ്ടെടുപ്പല്ലയോ ഇപ്പൊ നടക്കേണ്ടിയ? അതെ. Why is it then shown as sealed? The redemptive work of Christ is already revealed, even if it has not yet happened in completion. But we already know what is going to happen. ഇവിടെ ആ ചോദ്യം വന്നത്, വീണ്ടെടുപ്പ് നടന്നല്ലോ, അപ്പോൾ പിന്നിതെന്തിനാണ് മുദ്രയിട്ടിരിക്കുന്നതെന്ന്. മുദ്രയിട്ടിരിക്കുന്നത് എന്താണ്? The documents. The documents. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഫീസ് കൊടുത്തെങ്കിൽ ആ ഫീസ് കൊടുത്തതിന്റെ റെസീപ്റ്റ് ആണ്. അത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എന്തിനാ? എപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ ആവശ്യം വന്നേക്കാം. നമ്മൾ ഒരു വണ്ടിയോ ഒരു വീടോ ലോണിന് വാങ്ങുന്നു. എന്നിട്ട് ആ വണ്ടിയിൽ അല്ലെങ്കിൽ വീടിൽ നമ്മുടെ പേരിലാണെങ്കിലും നമുക്ക് ഫുൾ നമ്മുടെ പേരിലല്ല, ഹൈപ്പോത്തിക്കേഷൻ. അതിൻ്റെ പ്രധാനപ്പെട്ട രേഖ ബാങ്കിലായിരിക്കും സൂക്ഷിക്കുന്നത്. ഒറിജിനൽ
ബാങ്കിലായിരിക്കും സൂക്ഷിക്കുക. അതിൻ്റെ ഒരു കോപ്പി മാത്രമേ നമുക്ക് തരുള്ളൂ. എന്തിനാ? ഡീൽ ഡൺ. ഇറ്റ്സ് എ പ്രൂഫ്. The finalization will take place later. അന്നത്തേക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. റിയലൈസേഷന് വേണ്ടിയിട്ട് ഇതിന്റെ ആവശ്യമുണ്ട്. മുദ്രയിട്ടതിന്റെ അർത്ഥം രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്നല്ല. ആ ഡോക്യുമെന്റ്സിന്റെ വാല്യൂവിനെയാണ് കാണിക്കുന്നത്, അതിന്റെ മൂല്യത്തെയാണ് കാണിക്കുന്നത്. ആർക്കും അറിഞ്ഞുകൂടാത്തതും രഹസ്യവുമായതെന്നല്ല ഇവിടെ മുദ്ര ഇട്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കേസ് ജയിച്ചതാണ് 2000+ years ago. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിൽ കേസ് ജയിച്ചു. പക്ഷേ അതനുസരിച്ച് പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതിന്മേലുള്ള അവകാശം പിശാച്, ദ്രവത്വം എന്നിവയൊന്നും വിട്ടുകൊടുക്കാൻ സ്വമനസ്സ തയ്യാറുമാവുന്നില്ല. സത്യത്തിൽ ഇതിൽ എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് ഇന്നതുപോലെയൊക്കെ ചെയ്യ്, ഇന്ന ന്യായവിധി നടത്ത് എന്നുള്ളതൊന്നും അല്ല. പിന്നെ കോർട്ടിൽ കേസ് ജയിച്ചു, പക്ഷെ തോറ്റ കക്ഷി ഇതുവരെ സ്ഥലം ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. സ്ഥലം ഒഴിഞ്ഞു കൊടുക്കാഞ്ഞത് കൊണ്ട് നിശ്ചയിച്ച അവധി തീർന്നു കഴിയുമ്പോൾ ഈ കേസ് ജയിച്ചയാൾക്ക് പോലീസ് ഫോഴ്സ് ഉപയോഗിക്കുവാൻ അനുവാദമുണ്ട്. നിയമപരമായും പിന്നെ ബലപ്രയോഗം നടത്തിയും ആളിനെ ഒഴിപ്പിക്കാം. ഇവിടെ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം, ദൈവപുത്രൻ വീണ്ടെടുത്ത പ്രപഞ്ചം, അതിൻ്റെ മേൽ നിന്നും അവകാശം വിട്ടുമാറാൻ ദുരാത്മശക്തികൾക്ക് മനസ്സില്ലാതെ വരുമ്പോൾ അവയെ ബലപ്രയോഗത്തിലൂടെ നിഷ്കാസനം ചെയ്ത് ക്രൂശിൽ തൻ്റെ രക്തത്താൽ, തൻ്റെ ജീവനാൽ, തൻ്റെ പരമയാഗത്താൽ വീണ്ടെടുത്തതിനെ ഒഴിപ്പിച്ച് സ്വന്തമാക്കുക എന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് ഇന്നതുപോലെ ചെയ്യുന്ന ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും എഴുതിയിരിക്കണമെന്ന് പോലുമില്ല. അതുകൊണ്ട് അത് വായിക്കണമെന്ന് പോലുമില്ല. ഇവിടുത്തെ വിഷയം വീണ്ടെടുക്കുവാൻ അധികാരമുള്ളവനാര്, എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ അവനത് സാധ്യമാക്കി, ഇതിന്റെ രേഖ മാത്രമാണ് അവിടെ. സ്തോത്രം. അല്ലാതെ ഇത് രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ടല്ല. ഇറ്റ്സ് നോട്ട് സംതിങ് സീക്രറ്റ്, ബട്ട് ഇറ്റ് ഈസ് വെരി വാല്യുബിൾ ഡോക്യുമെന്റ്. And since it is of that high value, it is to be kept secure. So it is not actually something secret or mysterious, but it shows of importance. പ്രാധാന്യമാണ് ഇവിടെ വിഷയം, രഹസ്യ സ്വഭാവമല്ല. ഓക്കെ. മറ്റൊരു is this even taking place pre-rapture or post-rapture? We saw in
Revelation 4, that is heaven open, God saying, come up. It's kind a shadow of rapture. If rapture has already happened, then the redemption of our bodies has already taken place. So the events of the scroll are already taking place even without its seal being opened. It doesn't need that our redemption or redemption of the body should be only after the breaking of these seals. But vacating the devil and finally redeeming the entire creation from his clutches is what is more important here. So it should be post-rapture, not pre-rapture. Okay, got it? നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് ആരെയാണ്? The second coming of Jesus Christ, the rapture. Son of God എന്ന് ഞാനങ്ങ് പറഞ്ഞോട്ടെ. ഇപ്പം Son of God, ദൈവപുത്രന്റെ വെളിപ്പാടിനെയാണ്. എന്നാൽ ഈ സൃഷ്ടികളോ, how about this creature, creation? The Son of God as well as the sons of God to be revealed. Yeah, of the sons of God. 20-ാം വാക്യല്ലേ? റോമർ 8:20. 19 വായിച്ചു വന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സ്തോത്രം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അത് നാമാണ്, വിശുദ്ധന്മാർ. നമ്മൾ തേജസ് പ്രാപിച്ചെങ്കിലേ ഈ സൃഷ്ടിക്ക് ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും മായയിൽ നിന്നുമുള്ള വിമോചനം ലഭിക്കുകയുള്ളൂ. കാരണം ഈ സൃഷ്ടിയിൽ പോലും ദ്രവത്വവും വിനാശവും സംഭവിച്ചത് മനുഷ്യന്റെ പാപനിമിത്തം. ആ മനുഷ്യന്റെ പാപത്തിന് സമ്പൂർണമായ പരിഹാരം സംഭവിക്കുമ്പോഴേ എന്ത് സംഭവിക്കുന്നുള്ളൂ? സൃഷ്ടിക്കും കൂടെ ദ്രവത്വത്തിൽ നിന്നുള്ള വിമോചനം ലഭിക്കുന്നുള്ളൂ. ലിബറേഷൻ ഓഫ് ദി എൻറ്റയർ ക്രിയേഷൻ ഈസ് the very purpose of God of redemption. Liberation of the entire creation, not only of man. സ്തോത്ര. അപ്പം വീണ്ടെടുപ്പ് എന്നതിൽ സാത്താനെ ഒഴിപ്പിക്കുന്ന ഒരു സംഗതി കൂടെയുണ്ട്. സാത്താനെ ഒഴിപ്പിക്കുമ്പോൾ പാപം ഒഴിപ്പിക്കണം, മരണം ഒഴിപ്പിക്കണം. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ ശത്രു ആരാണെന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നത്. The last enemy that will be removed is death, മരണം. അപ്പോൾ ആ മരണത്തെ വരെ നീക്കിക്കളയുന്ന, ഇറാഡിക്കേറ്റ് ചെയ്യുന്ന, വൈപ്പ് ഔട്ട് ചെയ്യുന്ന
ആ ഒരു സംഗതിയാണ് ഈ വീണ്ടെടുപ്പിന്റെ അന്തിമ ചരണങ്ങൾ എന്ന് പറയുന്നത്. നിയമപരമായ വിജയമാണ് ക്രൂശിൽ ഉണ്ടായത്. അതിൻ്റെ അക്ഷരീയമായ നടത്തിപ്പ് മര്യാദയ്ക്കൊന്നും പറഞ്ഞാൽ ഈ നാണംകെട്ട പിശാചും അവന്റെ കൂട്ടരും അനുസരിക്കില്ല. ഈ സാത്താനെയൊന്നും അധികം സംസാരിക്കാൻ പോലും കർത്താവ് എന്താ അനുവദിക്കാത്തത്? അവർക്ക് എന്തും വിളിച്ചു പറയാം. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കോടതിയുമായിട്ട് പരിചയമൊന്നുമില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചില പ്രത്യേക കേസുകളിൽപ്പെട്ട കുറ്റവാളികൾക്ക് എതിരെ വിധി പ്രസ്താവം നടത്തിയിട്ട് ന്യായാധിപൻ അവിടെ നിൽക്കാറില്ല. ചിലപ്പോൾ ന്യായാധിപൻ വിധി എഴുതി കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് വലിയ പ്രായോഗികമായ അറിവില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അതിന് പറയുന്നത്, ഒരു കുറ്റവാളി അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. എന്താണ് പറഞ്ഞത്, അപരാധിയായ ഒരുത്തൻ അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ആ വിധി പ്രസ്താവം ന്യായാധിപൻ നടത്തിയാൽ ഇവൻ ചിലപ്പോൾ എന്തും ചെയ്യാനും എന്തും പറയാനും തയ്യാറാവും. ആഹാ, ഏതായാലും ഇവനെ തൂക്കിക്കൊല്ലാനായി, എന്നാ പിന്നെ ഈ ജഡ്ജിയെ 10 പറഞ്ഞേക്കാം. ഇനി അവൻ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്താലും ഇതിനൊക്കെ വലിയൊരു ശിക്ഷ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവൻ എന്തും പറയാൻ ഒരു മടിയില്ല. അങ്ങനെ വല്ലതും ചീത്ത കേൾക്കാതിരിക്കാനാണ് ന്യായാധിപൻ അവിടെ നിന്നും മാറിപ്പോകുന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. സാത്താനെ അധികമൊന്നും സംസാരിക്കുവാൻ പോലും ദൈവം അനുവദിക്കാതിരിക്കുന്നത് ഇക്കാരണത്താലാണ്. അവൻ എന്തും പറയാൻ പറ്റും. എന്നാൽ അവന്റെ മുഴുവൻ അധികാരങ്ങളെയും ദൈവം പരിമിതപ്പെടുത്തി അവനെ സീറോയിലേക്ക്, ശൂന്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവനെ തന്നെ ഇല്ലാതെയാക്കുക, നീക്കിക്കളയുക എന്നുള്ളതാണ് ഈ വീണ്ടെടുപ്പ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അതിനെ സംബന്ധിക്കുന്ന രേഖകൾ, അതിനെ സംബന്ധിക്കുന്ന ആ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് കൊടുത്ത വിലയുമായി ബന്ധപ്പെട്ട സംഗതികളാണ് ഇതിന്റെ ഉള്ളടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? മറ്റെന്തെങ്കിലും? അപ്പോൾ വളരെ ലളിതമായി ഇതാർക്കും മാത്രമേ കൈപ്പറ്റാൻ കഴിയൂ? വില കൊടുത്തവന്, വീണ്ടെടുത്തവന്, വേറെ ആർക്കും സാധ്യമല്ല. സ്തോത്രം. അതുകൊണ്ടും കൂടെയാണ് യേശുക്രിസ്തുവിനെ നമ്മൾ ഇവിടെ സിംഹം എന്ന് യോഹന്നാന് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും യോഹന്നാൻ അവനെ കാണുന്നത് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടായിട്ടാണ്. സ്തോത്രം.
ഈ വിഷയങ്ങളിൽ മറ്റെന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല. സ്തോത്രം. എങ്കിൽ നമുക്ക് ഈ 5-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം കൂടെ വേഗത്തിൽ ഒന്ന് നോക്കി നിർത്താം. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും ഒന്നാമത് സിംഹാസനസ്ഥനായ ദൈവം. God is enthroned. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം. രണ്ടാമത്, he is holding in his right hand a scroll written in and out and sealed with 7 seals. അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം സിംഹാസനസ്ഥനായ കർത്താവ് പിതാവായ ദൈവം തന്റെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം നമുക്കവിടെ കാണാനായിട്ടുള്ളത്, ഈ പുസ്തകം വാങ്ങുവാനും ഇതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായി സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ശക്തനായ ഒരു ദൂതൻ. The third thing we have in this chapter is a mighty angel declaring the challenge to anyone in any world to come up and receive this book and open its seals. സ്തോത്രം. നാലാമത് നാം കാണുന്നത് incapability of any creation or unavailability of anyone worthy to receive this book and open its seals. ഈ പുസ്തകം വാങ്ങാനും മുദ്ര പൊട്ടിക്കുവാനും ആരും യോഗ്യരായിട്ടില്ല എന്ന നിസ്സഹായതയുടെ ഒരു ചിത്രമാണ് അടുത്തത്. സ്തോത്രം. അഞ്ചാമത് നാം കാണുന്നത് എ വീപ്പിംഗ് അപ്പോസ്റ്റൽ, കരയുന്ന പ്രവാചകനായ അപ്പോസ്തലനായ യോഹന്നാനെയ. നമുക്കിവിടെ യോഹന്നാനെ പ്രവാചകനായ യോഹന്നാൻ എന്ന് വിളിക്കാം കേട്ടോ. അപ്പോസ്തലൻ എന്ന് മാത്രമല്ല, താൻ അപ്പോസ്തലനാണ്, അപ്പോൾ തന്നെ പ്രവാചകനായ യോഹന്നാനും കൂടെയാണ്. മുൻപോട്ടുള്ള ഭാഗങ്ങളിൽ ഈ ദൂതൻ ഈ അപ്പോസ്തലനെ പ്രവാചകൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. അപ്പോൾ കരയുന്ന പ്രവാചകനെ നമുക്കിവിടെ കാണാം. ആറാമത്, announcement of an overcomer and therefore a worthy person by one of the elders. ആറാമത്തെ കാര്യം നാം കാണുന്നത് മൂപ്പന്മാരിൽ ഒരുത്തന്റെ പ്രഖ്യാപനമാണ്. ഈ പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉത്തരം പറയുന്നു, ഒരുത്തൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2-ാം വാക്യത്തിലെ യോഗ്യത എന്താണ്? ജയാളിയാവുക എന്നതാണ്. സ്തോത്രം. ശരി, അടുത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ലാംബ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ വിക്ടർ. ജയാളിയുടെ, യോഗ്യനായവന്റെ പരിചയപ്പെടുത്തലാണ്.
എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും ആയവൻ. ഇൻട്രൊഡ്യൂസിങ് ദ വിക്ടർ. ജയാളിയെ പരിചയപ്പെടുത്തുന്നു. പുസ്തകം വാങ്ങാൻ യോഗ്യനായവനെ പരിചയപ്പെടുത്തുന്നതാണ് അടുത്തത്. സ്തോത്രം. യഹൂദാ ഗോത്രത്തിലെ സിംഹം, ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. പിന്നെ ദ റൂട്ട് ഓഫ് ഡേവിഡ്, ദാവീദിന്റെ വേരുമായവൻ. അടുത്തത് 7 8? 7 8. ഓക്കെ. 8ാമത്തെ കാര്യം, ദ വിഷൻ ഓഫ് ദ വിക്ടർ. ദ വിഷൻ ഓഫ് ദ വിക്ടർ. ജയാളിയുടെ യോഗ്യനായവന്റെ ദർശനമാണ്. എന്തായിട്ടാ? ദ സ്ലെയിൻ ലാംബ് ഓഫ് ഗാഡ്. അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട്. സ്തോത്രം. പരിചയപ്പെടുത്തൽ യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാണെങ്കിലും വെളിപ്പാട് അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ്. സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന് 7 കൊമ്പുകളും 7 കണ്ണുകളും ഒക്കെ ഉള്ളതായി നാം അവിടെ കാണുന്നുണ്ട്. സ്തോത്രം. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? വർഷിപ്പ് ഓഫ് ദ ലാംബ്. വർഷിപ്പ് ഓഫ് ദ ലാംബ്. കുഞ്ഞാടിന്റെ ആരാധനയാണ്. ആ ആരാധനയ്ക്ക് പല ഘട്ടങ്ങളുള്ളത് നമ്മൾ കണ്ടു. 4 ജീവികൾ ആരാധിക്കുന്നു, 24 മൂപ്പന്മാർ, പിന്നെ ദൂതസഞ്ചയം മുഴുവൻ, പിന്നെ മുഴുപ്രപഞ്ചം. ഇങ്ങനെ കുഞ്ഞാടിന്റെ ആരാധനയ്ക്ക് വിവിധ തട്ടുകൾ ഉള്ളതായി നമ്മൾ കണ്ടു. worship of the lamb introduced by 4 creatures, by 24 elders, by the whole of the angelic beings, then by the entire creation. The entire creation. Universal worship. ഓക്കെ. അതാണ് പല ഘട്ടങ്ങളായിട്ട് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 5ാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുക. സ്തോത്രം. ഇവയുടെ ചെറിയ ചെറിയ വിശദീകരണങ്ങൾ കൊണ്ട് നമുക്ക് 5ാം അധ്യായം പൂർത്തീകരിക്കാം. ഇത്രയും വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. ഇത്രയും ഉള്ളതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഈ മുദ്രയിട്ട പുസ്തകം അതെന്താണെന്നും അതിന്റെ ഡീറ്റെയിൽ എല്ലാം യോഹന്നാന് മനസ്സിലായിരുന്നു അല്ലേ? പക്ഷെ യോഹന്നാന് മനസ്സിലായി. അതെ, അറിയാവുന്നത് കൊണ്ടാണ് യോഹന്നാൻ കരഞ്ഞത്. എങ്കിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊണ്ട് വില കൊടുത്ത, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് നമ്മുടെ ശിഷ്ടകാലം അക്ഷരികമായ വീണ്ടെടുപ്പിന്റെ ആസ്വദനത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാം. നമ്മുടെ വീണ്ടെടുപ്പുകാരനോട് അഗൈതവമായ
കൃതജ്ഞതയോടെ നമ്മുടെ ശിഷ്ടകാലം വിശുദ്ധിയിൽ നമുക്ക് ചിലവഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.